ചില വിശേഷാതിഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം അമ്മച്ചിമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്തീയ ഗാനമേളകളും പ്രാർത്ഥനയും മീറ്റിങ്ങുകളും മറ്റും നടത്തി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. സാധാരണമായി ഈ പ്രായമൊക്കെ കഴിഞ്ഞാൽ വിശ്രമ ജീവിതം നയിക്കുന്നതല്ലേ നമ്മുടെ ഒരു മലയാളത്തിന്റെ പാരമ്പര്യം. എന്നാൽ അതൊക്കെ മാറ്റിവെച്ച് ഒരു പറ്റം അമ്മച്ചിമാർ അവരുടെ പെർഫോമൻസുമായി എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ ഞാൻ ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാട്ടിൽ നിന്നൊരു ദേശാടന പക്ഷി പോലെ ഹൈദരാബാദിൽ വന്നിരിക്കുന്ന അമ്മച്ചിമാരുടെ ഈ പ്രോഗ്രാം നമുക്കൊന്ന് ആരംഭിക്കാം. അതിരിക്കട്ടെ, നമ്മുടെ അമ്മച്ചിമാരെല്ലാം സുക്രികളാണല്ലോ. അതെ അമ്മച്ചി, നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഷോർട്ട് ഫോം ആണ് സുക്രി. സുക്രി അതല്ല അമ്മച്ചി. അതെ അമ്മച്ചി, ഈ അമ്മച്ചി ഇങ്ങനെ കോട്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ. അല്പം അതിരാത്രി കുട പിടിക്കും എന്നൊരു പഴഞ്ചലും ഉണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ പരിപാടി ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനായി നമ്മുടെ ജഡ്ജി അമ്മച്ചി ഇവിടെ ചെയ്തു. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുമ്പിൽ വെക്കുന്നു. ഞങ്ങളുടെ ഹർജികളെല്ലാം നീ കൺസിഡർ ചെയ്യണമേ. അതൊന്നും യുവർ ഓണർ നീ ഓവർ റൂൾ ചെയ്യരുതേ. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളെയും നീ ക്ഷമിക്കണമേ. ക്രൂശിൽ വെച്ച് നീ കള്ളനെ കണ്ടതുപോലെ IPC സെക്ഷൻ 144, 138B കളവും മോഷണം എന്ന വകുപ്പ് പ്രകാരം വധശിക്ഷ ലഭിക്കേണ്ട കള്ളനെ നീ രക്ഷിച്ചുവല്ലോ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48A, വിശ്വാസവഞ്ചന IPC സെക്ഷൻ 482B, obtaining fraudulent statement എന്ന വകുപ്പ് പ്രകാരം 10 വർഷം ജയിലിൽ ഗോതമ്പുണ്ട തിന്നേണ്ട പത്രോസിനെ നീ ക്ഷമിച്ചതുപോലെ ക്രിമിനൽ കോഡ് 1 മ്യൂച്വൽ 494B വരെ എല്ലാ കുറ്റങ്ങൾ ചെയ്ത ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. Don't object and don't overrule our petition, Your Honor and my Lord. Amen. ഇതെന്തോ പ്രാർത്ഥനയെ കോടതി. അതൊക്കെ പോട്ടെ, അമ്മച്ചിമാരെ ഈ പ്രാവശ്യം ഹൈദരാബാദിൽ വന്ന കാരണം എന്താ? ഇവിടെ തണുപ്പുകാലമല്ലേ, പിന്നെ അതുമല്ല വേറെ ഞങ്ങൾക്ക് പണിയൊന്നുമില്ല വീട്ടില്. ഞങ്ങൾ ഓർത്ത് ഹൈദരാബാദിലാണ് വരാമെന്ന് വെച്ചു. ഞങ്ങളുടെ ഈ ഹൈദരാബാദ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ കണ്ടിട്ട് അമ്മച്ചിമാർക്ക് എന്ത് തോന്നുന്നു? ഇതൊരു ചെറിയ പരിപാടിയാണ്, വലുതായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നടത്തുക. അത് മാത്രമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ നല്ല ഗാനമേളമുള്ള ആൾക്കാരല്ലേ, നമുക്ക് ഈ ഇന്റർവ്യൂ ഒന്ന് പാട്ടിൽ കൂടെ ആയാലോ? എങ്ങനെ ഉണ്ടായിരിക്കും? എന്നാ പിടിച്ചോ. ആദ്യത്തെ ചോദ്യം, ഈ അമ്മച്ചിമാരൊക്കെ എന്തിനാ എപ്പോഴും വെള്ള ഡ്രസ് ഇട്ടേക്കുന്നത്? അത് ശരി. അപ്പൊ ഈ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? അപ്പം വീട്ടിൽ മക്കളൊക്കെ നല്ലതായിട്ട് നോക്കാറുണ്ടല്ലേ? അപ്പം മക്കളിങ്ങനെ മരുമക്കളെങ്ങനെ ഉണ്ടായിരുന്നു?
കാണുന്ന പോലെ ചാട്ടമൊക്കെ കുറവാന്നല്ലേ? മരുമക്കളുടെ മുമ്പേ പൂച്ചയാണല്ലേ? നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, നല്ല പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാദം പിന്തുടർന്നിടാം. എന്നിട്ട് ആ പോരാട്ടത്തിൽ അതൊക്കെ പോട്ടെ. ഇവിടെ വന്നിട്ട് അപ്പച്ചന്മാരെ എന്താ കൊണ്ടുപോയായിട്ട്? കണ്ടില്ലേ, ആ അമ്മച്ചിക്ക് മാത്രം സ്നേഹമുള്ളൂ. അപ്പച്ചനെ പറഞ്ഞ് എനിക്ക് പാടിയത് പോലും ഇല്ല. ചുമ്മാ എല്ലാം കുത്തിയിരുന്നത് കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിന്റെ വില. അതൊക്കെ പോട്ടെ. ഇവിടെ വന്ന് എന്റെ അച്ഛനെയും കൊച്ചിനെയൊക്കെ കണ്ടു. അവളെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. അവസാനമായിട്ട് ഒരു ചോദ്യം. ഹൈദരാബാദിൽ വന്നിട്ട് നമ്മുടെ ഹൈദരാബാദ് ഓർത്തഡോക്സുകാരോട് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്?